തുടർച്ചയായിട്ടുള്ള 19 ദിവസം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി ലാലേട്ടൻ ചിത്രം ദൃശ്യം 3. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് സർവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തുടരുമെന്ന് പറയുന്ന സിനിമയുടെ 19 ദിവസമായിട്ടുള്ള ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും 19 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി ആദ്യ 2 ഭാഗങ്ങൾ അണിയിച്ചൊരുക്കിയ ജിത്തു ജോസഫ് അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ ചിത്രമാണല്ലോ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ എത്തുന്ന ചിത്രം ബോക്സ് ഓഫീസിലെ സകല റെക്കോർഡും പിഴുതെറിഞ്ഞുകൊണ്ടാണ് മുന്നേറുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം 3-ാം തിങ്കളാഴ്ചയായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ 19 ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 51 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ലാലേട്ടന്റെ കരിയറിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളൊന്നായിട്ടാണ് ദൃശ്യം 3 മാറുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഇതുവരെയുള്ള 19 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 234 കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം 87 കോടി രൂപയാണ് സ്വന്തമാക്കിയ ചിത്രം കർണാടകയിൽ നിന്ന് 13.5 കോടി രൂപയോളം സ്വന്തമാക്കിയപ്പോൾ ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 10 കോടി പിന്നിട്ടു. തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് 8 കോടി പിന്നിട്ട ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയായിട്ട് 5 കോടി 53 ലക്ഷം രൂപ സ്വന്തമാക്കി. അങ്ങനെ ഇന്ത്യൻ കളക്ഷൻ മാത്രം 123 കോടി രൂപ സ്വന്തമാക്കിയപ്പോൾ ഓവർസീസിൽ നിന്നായിട്ട് ചിത്രത്തിന് ഏകദേശം 110 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി. അപ്പം ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.